ഒരാണിന്റെ ഏറ്റവും വലിയ പവർ, ഞാൻ നിർത്തുകയാണ് കേട്ടോ, ഒരാണിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് എന്താ? അവന്റെ ആ ലുക്കല്ല, അവൻ കെട്ടിയ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാന. നമ്മളെ ആലോചിക്കുമ്പോഴേക്കും ഓൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇല്ലാണ്ടാകുന്നത് ഒരു സെക്കൻഡ് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഇണയെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ ഭംഗിയുള്ള ഒരാണിനെയും ഒരു പെണ്ണിന് കിട്ടിയിട്ടില്ല. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ പരിഗണിക്കുന്ന, എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ ആണ്, അവനാ ഏറ്റവും നല്ല ഭർത്താവ്. ഇന്ന് ദുനിയാവിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയും ആണുങ്ങൾക്കറിയാം. പക്ഷേ കെട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഒക്കെ ഏത് കറിയാ ഏറ്റവും ഇഷ്ടം? ഒക്കെ ഏത് കളറാ ഏറ്റവും ഇഷ്ടം? ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറേ പോയിട്ട് ഇങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കാനല്ല, ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കി. ദുനിയാവിലെ ബാക്കി എല്ലാ കഥയും അറിയാം. അവനാന്റെ പെണ്ണിന് ഓളോട് ചോദിച്ചിട്ടുണ്ടോ, 5 മക്കളെ പ്രസവിച്ച എന്റെ ശരീരത്തിൽ അതിന്റെ വേദനകൾ ഇപ്പോഴുണ്ടോന്ന്? എന്റെ ഞരമ്പ്, കാലിന്റെ നെരിയാണിന്റെ മേലോട്ട് എന്റെ തുടഭാഗത്തുള്ള തടിച്ച ഞരമ്പ് ഇപ്പൊ എനിക്ക് വേദന ഉണ്ടോന്ന്? ഇതൊന്നും അവന് ചോദിച്ചില്ലെങ്കിൽ അവൻ എന്തറിയാം? അവിടെ UP ഇത്ര MLA മാരുണ്ട്, കേരളത്തിൽ അവിടെ എത്ര ഉണ്ട്, ഇനിയിപ്പോ അടുത്ത ഇലക്ഷനിൽ ആരെ കിട്ടും എന്നുള്ളതൊക്കെ അവൻ അറിയാം. ഇനി മക്കളോടാണെങ്കിലും ഞാൻ പറയാറുണ്ട്, മെസ്സി ഏത് ക്ലബിലാന്ന് അറിയാം, നെയ്മർ ഏത് ക്ലബിലാന്ന് അറിയാം, പാപ്പ ഏത് ഹോസ്പിറ്റലിലാ പോലെ, ഉമ്മ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ ഏതാ എന്ന് പറഞ്ഞു. ഒന്നും കൂടെ പോയിട്ട് പോലുമില്ല. കുറ്റല്ലോ, ചിന്തിക്കാൻ വേണ്ടി പറയാ. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഭർത്താവാകണം. ആരാ നല്ല ഭർത്താവ്? ഭാര്യയെ ചീത്ത പറയാത്ത, തകളവ് കോപിക്കാത്ത ഒരു ഭർത്താവ്. ദേഷ്യം വരും അവളിൽ ചിലപ്പോൾ പറഞ്ഞാലും ഓള് തിരുത്തിയില്ലാന്ന് വരും, ഓള് നമ്മളെ വെറുപ്പിക്കും. പക്ഷേ അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ അപ്പൊ ചിന്തിക്കേണ്ടത് എന്താ? അവൾ ഒരു പരീക്ഷണാണെന്ന് കരുതിയാൽ മതി. ഓൾ എനിക്കൊരു പരീക്ഷണമാണ്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ എനിക്ക് തിരിച്ച് തെറി പറയാൻ തോന്നൂല. ഞാൻ സബൂറാക്കും, പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ? പഠിച്ചോ തന്നൊരു പരീക്ഷണ. അങ്ങനെ എന്ത് ചോദിങ്ങൾ എടുത്ത വഴിക്ക് തറുതല പറയുമ്പോഴും, നാവുകൊണ്ട് സ്വൈര്യം തരാണ്ടിരിക്കുമ്പോഴും, ഇനി എന്ത് ചെയ്തു കൊടുത്താലും ഇല്ലാത്ത വർത്താനം പറയുമ്പോഴും, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താലും, പിന്നെ നമ്മൾ വാവിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ പിന്നെ അത് തെറിയിലാകും, അടിയിലാകും. ഓളെ മരിച്ച വാപ്പാനെ പറയും, വലിയാപ്പാനെ പറയും, ഓളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാനെയും പറയും. അതൊരു പെണ്ണിനും സഹിക്കൂല. അപ്പൊ നിങ്ങൾ എന്റെ വാപ്പാനെ വിളിച്ചെങ്കിൽ സഹിക്കൂ? ഓൾ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ സഹിക്കൂ? മരിച്ചോ ഒരു വാപ്പാനെ, കബറിൽ കിടക്കുന്ന വാപ്പാനെ പറഞ്ഞാൽ സഹിക്കുവോ? ഇല്ല, അതൊക്കെ സഹിക്കൂല. കാരണം ഹൃദയം പടച്ചോൻ ഒരുപോലെ പടച്ച്, ശരീരത്തിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് കെട്ടിയ പെണ്ണിനെ ചീത്ത പറയരുത്, അവളെ ശപിക്കരുത്, അടിക്കരുത്. ഇന്നും തല്ലുന്നവരുണ്ട്. എത്ര വലിയൊരു പാതകാന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരുപാട് സ്വപ്നം കണ്ട് ഒരു വാപ്പാന്റെ കരളായി സ്വപ്നമായി ജീവിച്ചൊരു മോളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പുരയിലിട്ട് തല്ലുക, പേടിച്ച് നിൽക്കുക. മക്കളെ മുൻപിൽ വാപ്പാന്റെ അഭിമാനം പോകാണ്ടിരിക്കാൻ മുഖത്തൊക്കെ അടയാളം വന്നിട്ടും അതൊക്കെ എങ്ങനെങ്കിലൊക്കെ പോക്കിയിട്ട് മക്കളെ കൺമുൻപ് പെടാണ്ടുമ്പോ ജീവിക്കുക. അടുക്കളന്റെ ഉള്ളിൽ പോകാം, നല്ലോണം തല്ലിയിട്ട് പിന്നെ രാത്രി അവന് ഒരു അയക്കുറയായിട്ട് വരിക. എന്ത് കാര്യം അപ്പൊ ഇതിനുള്ളത്? എന്ത് സന്തോഷം അപ്പൊ അതിനുള്ളത്? ഒരു പെണ്ണിനെ തല്ലരുതെന്നാ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ആയിഷ ബീവി പറയുന്നുണ്ട്. ഒരാളെ പോലും റസൂൽ തല്ലിയിട്ടില്ല. 9 ഭാര്യമാര് വഫാത്താകുന്ന റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ടുണ്ട്. 9 ഭാര്യമാരെന്ന് ജീവിച്ചിരിപ്പുണ്ട്. 9 ഭാര്യമാരെയും കൈപിടിച്ച് റസൂലുള്ള യാത്ര ചോദിക്കുമ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തൃപ്തനല്ലേ? എന്റെ കാര്യത്തിൽ നിങ്ങൾ തൃപ്തയല്ലേ? എല്ലാ ഭാര്യമാരും പറഞ്ഞു, നബിയേ ഞങ്ങളെല്ലാവരും തൃപ്തരാ റസൂലേ, താങ്കൾ മാന്യനും കുടുംബം ചേർക്കുന്നവനും ഭാര്യമാരോട് നീതി കാണിച്ചവനുമാണ്. ആരാത് പറയുന്നത്? 9 ഭാര്യമാര്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, റസൂലേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണം സ്വർഗത്തിൽ എന്നാണ് ആഗ്രഹം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മണവാട്ടിയാവണം. എത്ര ആള്? 9 ആള്. നമ്മളിപ്പോ ഒന്നല്ലേ കെട്ടിയുള്ളൂ, വീട്ടിൽ പോയി ചോദിച്ചോക്കേണ്ടി അല്ലേ? അടുത്ത ജന്മത്തിൽ ഇപ്പൊ എനിക്കിപ്പോ ഞാൻ തന്നെ വേണോന്നാണോ നോക്കുമ്പോൾ അറിയാം, എന്നാ പിന്നെ എനിക്ക് വേണ്ടാന്ന് നിൽക്കേണ്ടിയിരുന്നാണെങ്കിൽ അതോടെ കഴിഞ്ഞു. ഒരാണിന്റെ വില എന്ന് പറയുന്നത് പൊരേരെ പെണ്ണ് തരുന്ന. അൻസാർ പ്രാസംഗികനാ നിങ്ങൾക്ക് പറയാ, നല്ല പ്രസംഗമാണെന്ന് പറയാം. ഞാനൊരു നല്ല പുരുഷനാണോ, വാപ്പയാണോ, ഭർത്താവാണോ എന്ന് എന്റെ കെട്ടിയ പെണ്ണിനെ അറിയും, എന്നെ ഒക്കെ അറിയൂ, എന്റെ A to Z അവക്കെ അറിയൂ. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്. ഒരിക്കലും പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിക്കരുത്, പരസ്യമായിട്ടുള്ള അപമാനിക്കരുത്. കുടുംബക്കാരുടെ ചിലപ്പോൾ ദീനിനെ പരിഹസിക്കും. ഒക്കെ വലിയ ദീനോ, ഓൾ വലിയ ദീനിന്റെ നടക്കണ്ട. ഇതാരോടെ പറയാ? അവനാന്റെ കുടുംബക്കാരോട്. കുടുംബക്കാരെല്ലാവരും ഓളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു രസം. ഇനി അപമാനിക്കൽ പുറത്തുനിന്നുണ്ട്. ഞാൻ നാളെ ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി, ഞാനും വൈഫും മക്കളും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓളിങ്ങനെ വിറച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് മണ്ണൂറ്റുണ്ട്, ഓളാടെ തന്നെ വെച്ച് മറ്റെടുത്തു. ഇത് വിറച്ചിട്ട് ഇങ്ങനെ സാധനം ഇങ്ങനെ വിറച്ച് നിൽക്കുക, ഏതാ എടുക്കേണ്ടിയെന്ന് ഒന്ന് അടുത്ത് വന്ന് ഇതെനിക്ക് ചേരൂലടി, ആ കടൽ എനിക്ക് നല്ല ഭംഗിയുണ്ട്, എന്തായാലും പോയതല്ലേ. എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അവസാനം പീഡിയക്കാരൊക്കെ അങ്ങനെ നോക്കുക. ഓനലോടി ഫോൺ എടുത്ത് ഞരണ്ടി ഓളെ ഇടയ്ക്കിടെ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ച്, മക്കളാണ് എമ്മാന്റെ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചുരിദാറിന്റെ മറവ് കൂടെ ഇങ്ങനെ ബേജാറായി നിന്ന് ആർക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്തു പോയി. ഇതൊക്കെയാ പല കുടുംബത്തിലും. ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കരുത്. മറ്റൊരാളോട് പെണ്ണിനോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്.